Dear students, today we are going to study a new head of income from other source. നമുക്കറിയാം ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള 4 ഹെഡുകളിലും എഴുതാൻ പറ്റാത്ത ഇൻകംസിനെ എഴുതുന്ന ഹെഡാണ് ഇത് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ അതിൻ്റെ ചാർജിങ് സെക്ഷനിൽ പറയുന്നത് ആസ് പെർ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 എനി ഇൻകം വിച്ച് ഇസ് നോട്ട് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ്. നോട്ട് സ്പെസിഫിക്കലി എക്സംപ്റ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സബിൾ ഇൻകംസിനെയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നോട്ട് ചാർജബിൾ അണ്ടർ എനി അതർ ഹെഡ്സ് ഓഫ് ഇൻകം. മറ്റുള്ള ഹെഡ്സ് ഓഫ് ഇൻകം നമുക്കറിയാമല്ലോ, ബാക്കിയുള്ള 4 ഹെഡ്സ് ഓഫ് ഇൻകം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻ, PGBP. ഈ 4 ഹെഡുകളിലും എഴുതാനും പറ്റില്ല. അതായത് ടാക്സ് കൊടുക്കും വേണം, പക്ഷേ എന്താണ് ഈ മറ്റുള്ള 4 ഹെഡിൽ എഴുതാനും പറ്റില്ല വെച്ചാൽ അത്തരം ഇൻകംസിനെ ചാർജ് ചെയ്യുന്നതാണ് ഷാൽ ബി ചാർജബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. നൗ നമുക്കിതിൽ പറയുന്നത് എന്താ വെച്ചാൽ ലാസ്റ്റ് ആൻഡ് റെസിഡ്യുവൽ ഹെഡ് ഓഫ് ഇൻകം എന്നാണ് പറയുക. നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിനെ പറയുന്നതാണ് ലാസ്റ്റ് ആൻഡ് ഏറ്റവും അവസാനത്തെയാണ്. റെസിഡ്യുവൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരൊന്നും എഴുതാൻ പറ്റാത്ത കാര്യങ്ങൾ കൊടുത്തിട്ട് എഴുതുന്നത്. അപ്പോൾ അത്തരം റെസിഡ്യുവൽ ഹെഡ് ഓഫ് ഇൻകമാണ് ഏത് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ ബേസിസ് ഓഫ് ചാർജബിലിറ്റി സെക്ഷൻ 145 പറയുകയാണ്. അതായത് നമ്മുടെ അസസി എന്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണോ ചെയ്യുന്നത്, അതായത് എക്രൂവൽ ബേസിസിലാണോ ക്യാഷ് ബേസിസിലാണോ ചെയ്യുന്നത് നോക്കുക, അതേ ബേസിസ് തന്നെ നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് എടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. അതായത് എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 4 ഹെഡ്സ് ഓഫ് ഇൻകത്തിലും വരാത്ത ബാക്കി വരുന്ന ഇൻകംസിനൊക്കെ ഏതിലും നമ്മൾ എഴുതണം, ഇൻകം ഫ്രം അതർ സോഴ്സിൽ എഴുതണം. കാരണം എന്താ, നമ്മുടെ ഇൻകം ടാക്സിൽ നമുക്ക് വരുമാനം ഉണ്ടായാൽ ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് നോക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്തായാലും വേണ്ടില്ല, ഇൻകത്തിനെ എല്ലാം തന്നെ നമ്മൾ എന്ത് പേ ചെയ്തിരിക്കണം, നമ്മൾ ടാക്സ് പേ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് സെക്ഷൻ 52 സബ്സെക്ഷൻ 2 എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾക്ക് പഠിക്കണം. ഇതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡിവിഡൻ്റാണ്. അപ്പോൾ ഇത് ഡിവിഡൻറ്റ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം ക്യാഷ്വൽ ഇൻകം. നമ്മൾ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നു, അതേമാതിരി ക്രോസ് വേർഡ് പസിൽ കിട്ടി, ബെറ്റിംഗ് കിട്ടി, അങ്ങനെയൊക്കെ പറയുന്നതില്ലേ, അതിനൊക്കെയാണ് ക്യാഷ്വൽ ഇൻകം. അതായത് നോൺ റെക്കറിങ് നേച്ചറിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന വരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് നോൺ റെക്കറിങ് നേച്ചറിൽ നമുക്ക് എന്ത് വരുമാനം റിസീവ് ചെയ്താലും അതിനെയെല്ലാം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ ഗിഫ്റ്റ്. ഇപ്പോൾ ഡിവിഡൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ദ ഫോർത്ത് ഐറ്റം ഷെയർ പ്രീമിയം ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഷെയർ പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ ടാക്സബിൾ ആയിരിക്കും. Then the fifth item interest received on compensation or on enhanced compensation. അതായത് നമുക്ക് കോമ്പൻസേഷൻ്റെ മുകളിൽ നമുക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്, ആ കോമ്പൻസേഷൻ്റെ മുകളിൽ നമുക്ക് എന്ത് റിസീവ് ചെയ്യുന്നു, ഇൻട്രസ്റ്റും കൂടി നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ടിനെ നമ്മൾ ഏതിലാണ് ടാക്സ് ചെയ്യേണ്ടത്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സ് ചെയ്യേണ്ടത്. Then the sixth one, sum of money received as an advance or otherwise in course of the negotiations for transfer of capital asset. ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ട് അത് നെഗോഷിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സ്. കുറേ ഉണ്ട് കേട്ടോ അത്. എനി സം റിസീവ്ഡ് ബൈ ദ അസസി ഫ്രം ഹിസ് എംപ്ലോയി ആസ് കോൺട്രിബ്യൂഷൻ ടു PF. അതായത് എംപ്ലോയീസിൽ നിന്ന് അസസിക്ക് ഒരു സം ഓഫ് എമൗണ്ട് റിസീവ് ചെയ്യുന്നു, PFിലേക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് റിസീവ് ചെയ്യുന്ന എംപ്ലോയീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ ടാക്സബിൾ ആയിരിക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഈ ഡിവിഡൻറ്റും ഗിഫ്റ്റും ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റിയുടെ കാൽക്കുലേഷനാണ് കേട്ടോ. നമുക്കത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് മെഷീനറി പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. അപ്പോൾ നമ്മൾ മെഷീനറി അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ആൻഡ് ഫർണിച്ചറൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് എഴുതുന്നുണ്ടായിരിക്കുക. ദെൻ കോമ്പോസിറ്റ് റെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഹൗസ് പ്രോപ്പർട്ടി പഠിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടിട്ടുണ്ട് കോമ്പോസിറ്റ് റെൻറ്റ്. അതായത് അവിടെ എന്താ പറയുന്നത്, നമ്മൾ ബിൽഡിങ്ങിൻ്റെ വാടക മാത്രമേ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് വാട്ടർ ചാർജോ അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജോ അല്ലെങ്കിൽ ഫർണിച്ചറിൻ്റെ വാടകയൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ അവിടെ എഴുതില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട് എന്ന് അത് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കോമ്പോസിറ്റ് റെൻ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
Then the next one is 11th one, any sum received under keyman insurance policy. ഇവിടെ കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ പേരിലെടുക്കുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ കീമാൻ ഇൻഷുറൻസ് പോളിസി പ്രകാരം എന്തെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സബിൾ ആവുക. നെക്സ്റ്റ് വൺ, എനി കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് ഓർ ദി മോഡിഫിക്കേഷൻ ഓഫ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിലേറ്റിംഗ് ദെയർടു. അതായത് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കോമ്പൻസേഷൻ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അഡീഷണൽ എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം എമൗണ്ടുകളെല്ലാം തന്നെയും നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ ടാക്സബിൾ ആയിരിക്കുക. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞിട്ടുള്ള 12 കാര്യങ്ങൾ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിന് പുറമെ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന കാര്യങ്ങൾ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഈ 56 സബ്സെക്ഷൻ 2 തന്നെയാണ്. സബ്സെക്ഷൻ 1 ഉള്ള കാര്യങ്ങളും കൂടി പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. അതായത് ഇവിടെ എന്താ സബ്ലെറ്റ് ചെയ്യുക, ഹൗസ് പ്രോപ്പർട്ടി സബ്ലെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചിട്ട് നമ്മളൊരു വീട് വാടകയ്ക്ക് എടുത്തു, എന്നിട്ട് അവിടെ നമ്മൾ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാടക ഉണ്ടായിരിക്കില്ല ശരിക്കും. ഇപ്പോൾ നമ്മളതിൻ്റെ ഓണറൊന്നുമല്ല, ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ അസസ്സിനെ നമ്മൾ എങ്ങനെയാണ് ഓണർ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം നമ്മളൊരു ബേസിക് ചാർജ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ സബ്ലെറ്റിംഗ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആയിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ കമ്പനി ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എക്സെട്ര അല്ലേ. നമ്മുടെ PGBP ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കണ്ടിരുന്നു നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതേമാതിരി തന്നെ ഡെപ്പോസിറ്റുകളുടെ മുകളിൽ നമുക്ക് പലിശ കിട്ടിയെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സണൽ ഐറ്റംസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ വാല്യൂ ചെയ്യുക, അത് നമ്മൾ PGBPയിൽ അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന്. ദെൻ നെക്സ്റ്റ്, റെമ്യൂണറേഷൻ റിസീവ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ ഹിസ് എംപ്ലോയർ ഫോർ ഇവാലുവേഷൻ ഓഫ് ദ ആൻസർ സ്ക്രിപ്റ്റ്സ്. അതായത് ഈ പരീക്ഷ പേപ്പറുകളൊക്കെ നോക്കുന്ന സമയത്തേ ഇപ്പം ഇപ്പോൾ ലിമൻറ്റിൽ പരീക്ഷ നടത്തുന്ന സമയത്ത് അവിടുത്തെ പരീക്ഷ പേപ്പർ നോക്കുന്ന എനിക്ക് വാല്യൂഷന് അതിന് എനിക്ക് എക്സ്ട്രാ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് ലിമൻ മാനേജ്മെൻറ്റിലാണ്, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി പേപ്പേഴ്സ് ഞാൻ വാല്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ എൻ്റെ എംപ്ലോയറായ ലിമൻ മാനേജ്മെൻറ്റ് അല്ല എനിക്ക് ആ യൂണിവേഴ്സിറ്റി പേപ്പേഴ്സ് വാല്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എമൗണ്ട് തരുന്നുണ്ട്, റെമ്യൂണറേഷൻ തരുന്നുണ്ടായിരിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് റെമ്യൂണറേഷൻ തരുന്നുണ്ടായിരിക്കുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരിക്കലും എൻ്റെ എംപ്ലോയർ അല്ല. അപ്പോൾ ഇത്തരത്തിൽ എംപ്ലോയർ അല്ലാത്ത ഒരാളിൽ നിന്ന് ആൻസർ സ്ക്രിപ്റ്റ് വാല്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് റെമ്യൂണറേഷൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം റെമ്യൂണറേഷനെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വാല്യൂ ചെയ്യേണ്ടത്. പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ പലിശ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ വാല്യൂ ചെയ്യുക. ദാറ്റ് ഈസ് എ ഫോർത്ത് ഐറ്റം, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. ദെൻ ഇൻകം ഫ്രം റോയൽറ്റിയിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ദെൻ ഡയറക്ടർക്ക് എന്തെങ്കിലും ഫീ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. ദെൻ റെൻറ്റ് ഫ്രം എ വേക്കൻറ്റ് ലാൻഡ്, ഹൗസ് പ്രോപ്പർട്ടി പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വെറുതെ ഒരു വേക്കൻ്റായി കിടക്കുന്ന ലാൻഡിൽ നിന്ന് എന്തെങ്കിലും റെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ എഴുതാൻ പറ്റില്ല എന്ന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ അത്തരത്തിലൊരു വാടക നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ വാല്യൂ ചെയ്യേണ്ടത് എവിടെയാണ്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ദെൻ ഇൻഷുറൻസ് കമ്മീഷൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഇൻഷുറൻസ് ഏജൻസൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളിൽ നിന്ന് പൈസയൊക്കെ പിരിച്ചുകൊണ്ട് പോകില്ലേ, അപ്പോൾ അവർക്ക് അതിൽ നിന്ന് നമ്മളിൽ നിന്ന് പൈസ വാങ്ങുന്ന നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന് കമ്മീഷൻ റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഇൻഷുറൻസ് കമ്മീഷനൊക്കെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ വാല്യൂ ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റ് ഫ്രം അൺഡിസ്ക്ലോസ് സോഴ്സസ്, കുറേ പൈസയൊക്കെ നമുക്ക് നമ്മളെവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ആ പൈസയുടെ സോഴ്സ് ചെയ്ത് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ അൺഡിസ്ക്ലോസ് സോഴ്സിൽ നിന്നുള്ളതിൻ്റെ പലിശ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൈസയെ നമുക്ക് വാല്യൂ ചെയ്യേണ്ടത് എവിടെയാണ്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. ദെൻ ഇൻകം ഫ്രം പ്രൈവറ്റ് ട്യൂഷൻ, ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലുള്ള ആളുകളൊക്കെ പ്രൈവറ്റ് ട്യൂഷനൊക്കെ എടുക്കേണ്ടായിരിക്കില്ലേ. അപ്പോൾ ഗവൺമെൻറ് സർവീസിൽ നിന്ന് കിട്ടുന്നത് സാലറി എന്നുള്ള ഹെഡിലാണ് നമ്മൾ എഴുതുക. അതേസമയത്ത് ഈ പ്രൈവറ്റ് ട്യൂഷനിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ എഴുതണം, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. ദെൻ ഇൻകം ഫ്രം ഇൻകം ടാക്സ് റീഫണ്ട്, ഇൻകം ടാക്സിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് റീഫണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം ഫാമിലി പെൻഷൻ. അതായത് പെൻഷൻ എന്നുള്ള കാര്യം എപ്പോഴും സാലറിയിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ റിസീവ് ബൈ ദ ഫാമിലി മെമ്പേഴ്സ് ഓർ എ ഡിസീസ്ഡ് എംപ്ലോയി ഒരു മരിച്ചുപോയ എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സിന് ഫാമിലി പെൻഷൻ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ട് നോക്കുക, പെൻഷൻ എന്നുള്ളത് ഏത് ടൈപ്പ് പെൻഷനാണ്, ഫാമിലി പെൻഷനാണ്. അവിടെ എംപ്ലോയി അല്ല പെൻഷൻ റിസീവ് ചെയ്യുന്നത്, മരിച്ചുപോയ എംപ്ലോയിയുടെ ഫാമിലിയാണ് എന്ത് ചെയ്യുന്നത്, പെൻഷൻ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി പെൻഷൻ
പെൻഷനാണ് റിസീവ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. അത് നന്നായി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ നമുക്ക് എപ്പോഴും തെറ്റ് വരുത്തുന്ന ഒരു കാര്യമാണ്. സാധാ പെൻഷൻ ആണെങ്കിൽ അത് റിസീവ് ചെയ്യുന്നത് എംപ്ലോയിയാണ്. അവിടെ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യാതെ അത് നമ്മൾ സാലറി എന്നുള്ള ഹെഡിലാണ് നമ്മൾ വാല്യൂ ചെയ്യുക. അതേസമയത്ത് ഫാമിലി പെൻഷൻ എപ്പോഴും നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ഏത് ഹെഡിലാണ്? നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ വാല്യൂ ചെയ്യുക. ദെൻ 13th one, ഡിവിഡൻഡ് റിസീവ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്നും പറയുന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ദെൻ 14th one, ഇൻകം ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ. ദെൻ സ്റ്റൈപ്പൻഡ് ടു ട്രെയിനീസിന് എന്തെങ്കിലും സ്റ്റൈപ്പൻഡ് റിസീവ് ചെയ്യുക, ട്രെയിനിക്ക് സ്റ്റൈപ്പൻഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ലംസം എമൗണ്ട്. അതായത് URPF നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റിന് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് റിസീവ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ദെൻ ദ നെക്സ്റ്റ് ഈസ് ഇൻകം ഫ്രം ലീസോൾഡ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത പ്രോപ്പർട്ടി, അതാണ് നമ്മൾ ലീസോൾഡ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വീണ്ടും വരുമാനം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ. ദെൻ റെൻറ്റ് ഓഫ് ട്രേഡ് മാർക്കിൻ്റെ വാടക നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ. പിന്നെ നമ്മുടെ MPമാരുടെ MLAമാരുടെ കൗൺസിലർമാരുടെയൊക്കെ സാലറി അത് ശ്രദ്ധിക്കണം കേട്ടോ. അവരുടെയൊക്കെ സാലറി എപ്പോഴും ഏതാണ് വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. കാരണം എന്താ വെച്ചിട്ടാ ഇവർക്കൊക്കെ സാലറി കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ് സാലറി കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഗവൺമെൻറ്റും ഈ MPമാരും അല്ലെങ്കിൽ MLAമാരും തമ്മിലില്ല. അവരൊരു ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റായിട്ട് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സാലറി എന്നുള്ളൊരു ടേം അവിടെ വരണമെങ്കിൽ അവിടെ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ടേം അവിടെ വരണം. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ MPമാരും MLAമാരും കൗൺസിലർമാരൊക്കെ വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് നമുക്ക് സാലറി എന്നുള്ള ഹെഡിൽ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആയിരിക്കും. ദെൻ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ്. അതെന്താ സംഭവം? നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത രീതിയിലുള്ള കുറച്ച് പൈസ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ അത്തരത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അൺഎക്സ്പ്ലെയിൻഡ് മണി ഉണ്ട്, കള്ളപ്പണം ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ, അതന്നെയാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, നമുക്ക് വരുമാനമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരാൾ ഒരു 2 കോടി രൂപയുടെ വീട് ഒരു പെട്ടെന്ന് ഒരു ദിവസം അവിടെ വാങ്ങിച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ എക്സ്പെൻഡിച്ചറിനുള്ള ഈ 2 കോടി രൂപ എവിടെ നിന്നുണ്ടായി എന്നുള്ള സോഴ്സ് അയാൾക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അത്തരം അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെയും നമ്മൾ വാല്യൂ ചെയ്യുക എപ്പോഴും ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വാല്യൂ ചെയ്യുക. ഇനി നെക്സ്റ്റ് റെമ്യൂണറേഷൻ ഫ്രം റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഇൻ ജേർണൽസ്. നമ്മൾ മാസികകളിൽ ജേർണൽസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റൈറ്റിംഗ് ആർട്ടിക്കിൾസൊക്കെ എഴുതില്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് റെമ്യൂണറേഷൻ ഉണ്ടെങ്കിൽ ആ റെമ്യൂണറേഷൻ എല്ലാം തന്നെ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമ്മൾ വാല്യൂ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെക്ഷൻ 56 സബ്സെഷൻ 1. അപ്പോൾ 56 സബ്സെഷൻ 2ലുള്ളത് ആദ്യം വായിച്ച് നോക്കുക, അത് കഴിഞ്ഞ് സബ്സെഷൻ 1ലുള്ളത് നോക്കുക. ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ എല്ലാ ഐറ്റംസും ഒന്നും നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മളിതിൽ ചെയ്യില്ല. നമ്മളിതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഡിവിഡൻറ്റിനെ കുറിച്ചും ഗിഫ്റ്റിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ ഇൻട്രസ്റ്റും സെക്യൂരിറ്റീസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പക്ഷേ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ഹെഡ്സ് ഓഫ് ഇൻകംസും പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡിഡക്ഷൻസും ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ വരാനുണ്ട്. അപ്പോൾ ഈ ടോട്ടൽ ഇൻകം കാൽക്കുലേഷനിൽ ഇങ്ങനെ എന്ത് ചെയ്യും, കുറേ ഐറ്റംസ് ഒരു 10-12 ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. 10-12 എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ 10-12 ഇൻകംസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇൻകം എടുത്തിട്ട് ഏത് ഹെഡിലേക്കാണ് എഴുതേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ആ സമയത്താണ് നമുക്കിപ്പോൾ റെൻറ്റ് ഓഫ് ട്രേഡ് മാർക്ക് എന്നുള്ളൊരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അത് എഴുതേണ്ടത് എവിടെയെന്ന് നമുക്കറിയണം. ഇൻകം ഫ്രം അതർ സോഴ്സിൻ്റെ ഹെഡിൽ വരുന്നതാണ്. അതേമാതിരി MPമാർ MLAമാർ സാലറി വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു ഐറ്റം ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അത് എഴുതേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിലായിട്ട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഡിവിഡൻറ്റിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ഇതിലൊരു എളുപ്പമുള്ള പോർഷൻ പഠിക്കാം. അതാണല്ലോ നല്ലത് എപ്പോഴും. ഇതിൽ നമുക്ക് ആദ്യം ഗിഫ്റ്റിനെ കുറിച്ച് പഠിക്കാം. ഇപ്പോൾ നമ്മൾ PGBP പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗിഫ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെറുതെ ഗിഫ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ പേഴ്സണൽ ആയിട്ടായിട്ട് എടുക്കൂ എന്ന് പറഞ്ഞില്ലേ, അൺഡിസ്ക്ലോസ്ഡ് എക്സ്പെൻസ് ആയിട്ട് എടുത്തോളൂ എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് ഒരു ഡോക്ടർക്ക് ക്ലയൻറ്റിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടായിട്ട് എടുത്തോളൂ, അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പേഴ്സണൽ ആയിട്ടായിട്ട് കിട്ടുന്ന, അതായത് ക്ലയൻറ്റിൽ നിന്നല്ലാണ്ട് നമ്മുടെ റിലേറ്റീവ്സിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ പാരൻസിൽ നിന്നൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അത്തരം ഗിഫ്റ്റിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗിഫ്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? മണി. ദെൻ
5 തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അവിടെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. വിത്തൗട്ട് കൺസിഡറേഷനും ഉണ്ട്, വിത്ത് കൺസിഡറേഷനും ഉണ്ട്. അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്ന സമയത്ത് അതിന് നമ്മൾ യാതൊന്നും കൺസിഡറേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ. അതേ സമയത്ത് ഒരു 50 ലക്ഷം റുപ്യയുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് കിട്ടി, അതിനൊരു 10 ലക്ഷം റുപ്യ നമ്മൾ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് നമ്മളവിടെ ഗിഫ്റ്റ് എന്തായിട്ട് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് കൺസിഡറേഷൻ എന്ന് നമ്മൾ പറയും. ഇനി നെക്സ്റ്റ് മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ. ഇപ്പോൾ നമ്മുടെ കോവിഡ് കാലമൊക്കെ അല്ലേ, നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ റിലേറ്റീവ്സൊക്കെ നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഗിഫ്റ്റായിട്ട് തരില്ലേ. അപ്പോൾ അത്തരം ഗിഫ്റ്റുകളെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടി. ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തുള്ളത് ഗോൾഡാണ് കേട്ടോ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട്. അപ്പോൾ അത് ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. നമുക്ക് കമ്പ്യൂട്ടർ ആവാം, മോട്ടോർ കാർ ആവാം, മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞ പോലെ തന്നെ ഇതിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? വിത്തൗട്ട് കൺസിഡറേഷനും വിത്ത് കൺസിഡറേഷനും. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റിൽ ഈ 5 ഐറ്റംസിനെ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഏതാ? മണിയല്ലേ പഠിക്കാനുള്ളത്. അതിൽ എനി സം ഓഫ് മണി. ഇവിടെ നമ്മൾ കാശ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ബ്രാക്കറ്റിൽ എഴുതിയ 3 കാര്യങ്ങൾ നോക്കൂ. ക്യാഷ്, ചെക്ക്, ഡ്രാഫ്റ്റ്. ഈ 3 എണ്ണമായാലും നമ്മൾ എന്താ പറയുന്നത്? റിസീവ്ഡ് എനി സം ഓഫ് മണി ഫ്രം 1 or more പേഴ്സൺസ്. ഒന്നിലധികമോ ആളുകളിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റായിട്ട് എന്ത് റിസീവ് ചെയ്യുന്നു? മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ മണി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ആവാം, ചെക്ക് ആവാം, ഡ്രാഫ്റ്റ് ആവാം. ഓക്കെ. ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മുടെ ഗൂഗിൾ പേ എല്ലാം നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ നമ്മൾ ഗിഫ്റ്റായിട്ട് അത്തരത്തിൽ ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അതിനെയും നമ്മൾ കൺസിഡർ ചെയ്യും കേട്ടോ. ഇനി ഇവിടെ എനി സം ഓഫ് മണി വിത്തൗട്ട് കൺസിഡറേഷനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുന്നതിന് പകരമായിട്ട് നമ്മൾ ഒന്നും തന്നെ അങ്ങോട്ട് കൊടുക്കണില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കണം നമുക്ക് മൊത്തം എത്ര രൂപ കിട്ടി നോക്കാം. എല്ലാ ആളുകളിൽ നിന്നും കൂടിയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമുക്ക് എത്ര അസസിക്ക് എത്ര ഗിഫ്റ്റ് കിട്ടിയെന്ന് നോക്കുക. 50,000 രൂപയിൽ കുറവാണ് ഗിഫ്റ്റ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാവരിൽ നിന്നും കൂടി കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് 50,000 രൂപയിൽ കൂടുതലാണ് എങ്കിൽ ആ കൂടുതൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ നോക്കുക വെച്ചിട്ട് ഇത് നല്ല നമ്മൾ പറയുമ്പോൾ നല്ല രസമാണ്. കാരണം നമുക്കിപ്പോൾ 2 ആളുകളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കും. ഒരു ആദ്യത്തെ ആൾ നമുക്ക് എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തരികയാണ്. ആദ്യത്തെ ആൾ എനിക്ക് 20,000 രൂപ ഗിഫ്റ്റ് തന്നു, രണ്ടാമത്തെ ആൾ എനിക്ക് 25,000 രൂപ ഗിഫ്റ്റ് തന്നു. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 45,000 രൂപ ഗിഫ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? അതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വേറൊരു സിറ്റുവേഷനിൽ നോക്കി നോക്കൂ, 20,000 രൂപ എനിക്ക് ആദ്യം ഗിഫ്റ്റ് കിട്ടി, പിന്നെ എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് 35,000 രൂപയാണ്. അപ്പോൾ മൊത്തം എത്ര എനിക്ക് കിട്ടി? 20,000 35,000 കൂടി കൂട്ടി 55,000 രൂപ ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഗിഫ്റ്റ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 മേലെ വന്നില്ലേ? അപ്പോൾ 50,000 രൂപയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ടാക്സ് കൊടുക്കണം. അപ്പോൾ അവിടെ ഞാൻ നോക്കേണ്ടത് എന്താ വെച്ചാൽ മൊത്തം 55,000 രൂപയും ഞാൻ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അല്ലാതെ 5,000 രൂപയ്ക്ക് ഞാൻ ടാക്സ് കൊടുത്താൽ മതി എന്നല്ല അവിടെ പറയുന്നത് ഇൻകം ടാക്സുകാർ. എന്താ പറയുന്നത്? 50,000 രൂപയിൽ കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയാൽ മൊത്തം എത്ര എമൗണ്ട് ആണോ കിട്ടിയത് ആ മൊത്തം എമൗണ്ടിനും ഞാൻ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതായത് 55,000 രൂപയാണ് എനിക്ക് 20,000 35,000 കൂടി കൂട്ടിയിട്ട് 55,000 രൂപ എനിക്ക് കിട്ടിയും കഴിഞ്ഞാൽ 55,000 രൂപയ്ക്ക് മൊത്തമായിട്ട് ഞാൻ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ടോട്ടൽ എമൗണ്ട് ഈസ് ടാക്സബിൾ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഏതാ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് കേസ് വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പോൾ നമുക്കൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ട്, അതിന് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? കൺസിഡറേഷൻ ഒന്നും തന്നെ നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക? അവിടെ നമ്മൾ നോക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നോക്കും. അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ? രജിസ്ട്രാർസ് പറയില്ലേ നമ്മൾ ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പറയുന്നുണ്ടായിരിക്കില്ലേ? ആ വാല്യൂ തന്നെയാണ്. അതായത് അവിടെ നിലവിലുള്ള വാല്യൂ എന്താണോ ആ വാല്യൂവിനെയാണ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ നമുക്ക് തരുന്ന പ്രോപ്പർട്ടിയുടെ വില നമ്മൾ നോക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നോക്കിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത് 50,000 രൂപയിൽ കൂടുതലാണോ എന്ന് നമ്മൾ നോക്കും. ഇനി ഇത്തരത്തിൽ കിട്ടുന്ന അസറ്റ് എന്തായിരിക്കണം? ആർക്കാണോ റിസീവ് ചെയ്യുന്നത്, ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത്, ഈ വീടാണിപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുന്നത് വിചാരിക്കും. ഈ വീട് റിസീവ് ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് തന്നെയാണല്ലോ. അപ്പോൾ റിസീവ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഈ റിസീവ് ചെയ്യുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ഇനി അതിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 50,000 രൂപയിൽ കുറവാണ് എങ്കിൽ ഒരു പ്രശ്നവുമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 50,000 രൂപയിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണോ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതാണ് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഈ വീടിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പറഞ്ഞിട്ടുള്ളത് 5.5 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താ? 50,000 രൂപയിൽ കൂടുതലാണല്ലോ. അപ്പോൾ 5.5 ലക്ഷം രൂപയ്ക്ക് മുഴുവനായിട്ടും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും.
ഇനി അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ദ ലിമിറ്റ് ഓഫ് ₹50,000 ഈസ് ആപ്ലിക്കബിൾ പെർ ഇൻസിഡൻസ്. അതായത് എനിക്കിപ്പോൾ 2 വീട് ഗിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കും. ഇതിൽ ആദ്യത്തെ വീടിന് ഒരു 1,50,000 രൂപ വിലയും രണ്ടാമത്തെ വീടിന് ഒരു ₹25,000 വിലയുള്ളൂ എങ്കിൽ 2 വീടിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. 1,50,000 രൂപയുടെ വീടിന് ഞാൻ എന്തായിട്ട് എഴുതണം? ₹50,000 കൂടുതലുണ്ട്, അപ്പോൾ 1,00,000 ഞാൻ ടാക്സ് കൊടുക്കണം. പക്ഷേ അതേ സമയത്ത് ₹25,000 വീട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 25,000 എന്ന് പറയുന്നത് ഞാൻ ₹50,000 താഴെയല്ലേ വരുന്നത്. അപ്പോൾ ആ വീടിന് ഞാൻ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഞാനതിൽ വേറൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് കിട്ടിയ ഒരു വീടിൻ്റെ വില 1,00,000 രൂപയും രണ്ടാമത്തെ വീടിൻ്റെ വില 2,00,000 രൂപയാണെന്ന് കരുതും. അപ്പോൾ ഞാൻ 2 വീടിനും വെവ്വേറെ ആയിട്ട് തന്നെ ഞാൻ എന്ത് പേ ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് ഈ മൂവബിൾ പ്രോപ്പർട്ടിയിൽ തന്നെ വിത്ത് കൺസിഡറേഷൻ ഉണ്ടല്ലോ. അതായത് കുറച്ച് പൈസ നമ്മൾ അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്താ നോക്കുന്നത്? വിത്ത് കൺസിഡറേഷനാണ്. അവിടെയും നമ്മൾ നോക്കുന്നത് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തന്നെയാണ് നോക്കുന്നത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് മോർ ദാൻ കൺസിഡറേഷൻ ആണ് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാമ്പ് ഡ്യൂട്ടി 2,00,000 രൂപയും ഞാൻ അതിന് കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് 50,000 രൂപയാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് എത്രയാണ് വരുന്നത്? 1,50,000 രൂപ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 1,50,000 രൂപ കൂടുതലല്ലേ? ഇങ്ങനെയാണ് എക്സാമ്പിൾ. 2,00,000 രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിട്ട്. ഈ വീടിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ പറഞ്ഞിട്ടുള്ളത് 2,00,000 രൂപയാണ്. ഞാൻ അതിന് കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പോൾ എത്ര രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൂടുതലാണ്? 1,50,000 രൂപ കൂടുതലാണല്ലോ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് സച്ച് എക്സസ് ഈസ് മോർ ദാൻ ഹയർ ഓഫ് ദി ഫോളോയിങ്. ഈ താഴെ തന്നിട്ടുള്ള 2 കൂടുതലാണോ എന്ന് നോക്കുക. അതായത് 50,000 രൂപയിൽ കൂടുതലാണോ? 5% ഓഫ് കൺസിഡറേഷൻ ഈ 2 കൂടുതലാണോ ഇപ്പോൾ ഈ എക്സസ് എമൗണ്ട് ആയിട്ടുള്ള 1,50,000 രൂപ എന്ന് നോക്കുക. അങ്ങനെ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിൽ നിന്ന് കൺസിഡറേഷൻ മൈനസ് ചെയ്ത് വന്നിട്ടുള്ള 1,50,000 രൂപ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ടാക്സ് പേ ചെയ്യേണ്ടത്. ദെൻ ലിമിറ്റ് ഓഫ് ₹50,000 ഈസ് അപ്ലിക്കബിൾ പെർ ഇൻസിഡൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൂവബിൾ പ്രോപ്പർട്ടി ഓരോന്നായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ ഒരുമിച്ചിട്ട് നമ്മൾ നേരത്തെ ക്യാഷ് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? എല്ലാവരിൽ നിന്നും കിട്ടുന്ന പൈസയും കൂടി കൂട്ടിയിട്ട് ₹50,000 കൂടുതലുണ്ടോ എന്നല്ലേ നമ്മൾ നോക്കണത്. അങ്ങനെയല്ല കേട്ടോ ഇതിൽ നോക്കുന്നത്. ഈ മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കഴിഞ്ഞാൽ 2 സിറ്റുവേഷനിലും വിത്ത് കൺസിഡറേഷൻ ആയാലും വിത്തൗട്ട് കൺസിഡറേഷൻ ആയാലും നമ്മൾ ഓരോരോ ഈ മൂവബിൾ പ്രോപ്പർട്ടീനെ ആയിട്ട് തന്നെ എടുത്തിട്ട് നമ്മൾ വാല്യൂ ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് 2 കൂടി ഉണ്ടല്ലോ മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ? അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടിയിൽ നമ്മൾ ആദ്യം വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പോൾ നമ്മുടെ മൂവബിൾ പ്രോപ്പർട്ടിയിൽ നമ്മൾ റിസീവ് ചെയ്യുന്നത് മൂവബിൾ പ്രോപ്പർട്ടി ഫ്രം 1 or more പേഴ്സൺസ്. റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ആണ് സിറ്റുവേഷൻ. അവിടെ നമ്മൾ നോക്കുന്നത് ആ മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്തായെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഫെയർ മാർക്കറ്റ് വാല്യൂ 50,000 രൂപയിൽ കൂടുതലാണോ കുറവാണോ നമ്മൾ നോക്കണം. 50,000 രൂപയിൽ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കണം. 50,000 രൂപയിൽ താഴെ വന്നിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി അതേമാതിരി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കിട്ടുന്ന ആൾക്ക് അതായത് ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നത് എനിക്കാണ്. ഈ മൂവബിൾ പ്രോപ്പർട്ടി സ്വർണ്ണമൊക്കെ കിട്ടുന്നത് എനിക്കാണ് ഗിഫ്റ്റ് ആയിട്ടാണ് എങ്കിലും നിങ്ങൾ കരുതൂ. അപ്പോൾ അതെന്താണ്? ഈ ഗിഫ്റ്റ് തരുന്നത് എനിക്കൊരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. ഇനി ഇതിപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഗിഫ്റ്റ് ഈ 50,000 രൂപയിൽ കുറവായാലും നമ്മൾ ടാക്സിബിൾ ആവണമെന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഓരോ സർക്കംസ്റ്റാൻസിനനുസരിച്ചിരിക്കും. അത് നമ്മൾ ഇതിൽ തന്നെ വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്? 50,000 രൂപയിൽ കൂടുതലാണ് നമ്മുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ മൂവബിൾ അസറ്റ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് നോക്കും? എന്താണോ ആ ഫെയർ മാർക്കറ്റ് വാല്യൂ, അസറ്റിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ, അതാണ് നമ്മുടെ ടാക്സബിൾ ഇൻകമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ നോക്കുന്നത് ഗിഫ്റ്റിൻ്റെ കാര്യം പോലെ തന്നെ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഗിഫ്റ്റ് റിസീവ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ഷാൽ ബി കൺസിഡേർഡ്. നമ്മൾ പൈസയുടെ കാര്യം പറഞ്ഞില്ലേ, ക്യാഷ് നമുക്ക് അതായത് മണി നമുക്ക് ഗിഫ്റ്റായിട്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരിൽ നിന്നും കൂടി കിട്ടുന്നതിൻ്റെ അഗ്രിഗേറ്റ് എമൗണ്ടാണ് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞില്ലേ. അതേമാതിരി തന്നെയാണ് ഇവിടെ മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ നോക്കേണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് വിത്ത് കൺസിഡറേഷൻ. ഇവിടെ വിത്ത് കൺസിഡറേഷനിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ consideration is less than the aggregate fair market value of the property by an amount exceeding ₹50,000. ഇത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കുക, 50,000 രൂപ നോക്കുക. 50,000 രൂപയിലേക്കാൾ കുറവാണ് നമ്മുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ എങ്കിൽ ടാക്സ് കൊടുക്കേണ്ട. 50,000 രൂപയിൽ മേലെ ആണെങ്കിൽ നമ്മൾ എന്ത് പേ ചെയ്യേണ്ടി വരും? ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇനി അതേമാതിരി തന്നെ സച്ച് അസറ്റ് ഈസ് എ ക്യാപിറ്റൽ അസറ്റ് ഇൻ ദ ഹാൻഡ് ഓഫ് റെസിപ്റ്റൻറ്റ്.
അവിടെ നമ്മൾ എന്ത് നോക്കും? ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ നമ്മൾ മൈനസ് ചെയ്യണം. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ എന്താ പറഞ്ഞത്? എന്താണോ ഫെയർ മാർക്കറ്റ് വാല്യൂ അതിന് ടാക്സബിൾ ഇൻകം എന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്? ഈ ഫെയർ മാർക്കറ്റ് വാല്യൂവിൽ നിന്ന് നമ്മളൊരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ കൺസിഡറേഷൻ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ മണീനെ നമ്മൾ കൺസിഡർ ചെയ്തത്, അതായത് എഗ്രഗേറ്റ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഓൾ ദ പേഴ്സൺസ് എന്നുള്ള നമ്മൾ കൺസിഡർ ചെയ്തത്, അതേമാതിരി തന്നെയാണ് ഇവിടെ മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മളിതിൽ ഡിഡക്ഷൻസ് എഴുതാം. ഗിഫ്റ്റുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നത് 50,000 താഴെയാണ് വെച്ചാൽ 50,000 മേലെയാണ് വെച്ചാലും നമുക്ക് എന്താണ്, ചിലപ്പോൾ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ഗിഫ്റ്റുകൾക്ക് നമുക്ക് എന്തുണ്ട്, എക്സംഷൻ ഉണ്ട്. അപ്പോൾ അതേതാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഏതെങ്കിലും റിലേറ്റീവിൽ നിന്നാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് എങ്കിൽ അത് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി തന്നെ ഓൺ ദ ഒക്കേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽസ് മാരേജ്, അതായത് കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത് റിലേറ്റീവ്സിൽ നിന്നാവണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കല്യാണം കൂടാൻ വരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു, നമ്മുടെ അയൽപ്പക്കത്തുള്ളവരൊക്കെ ഉണ്ടാവില്ല, അവരിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടിയാലും അതിനൊന്നും തന്നെ നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അണ്ടർ എ വിൽ ഓർ ബൈ വേ ഓഫ് ഇൻഹെറിറ്റൻസ്, നമുക്കൊരു വിൽപത്ര പ്രകാരമോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഇൻഹെറിറ്റൻസ് ആയിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റ് നമുക്ക് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇൻ കണ്ടംപ്ലേഷൻ ഓഫ് ദ ഡെത്ത് ഓഫ് ദ പേയർ ഓർ ഡോണർ, അതായത് ഒരു ആൾ അവസാനത്തെ മരണമൊഴിയുടെ രീതിയിൽ നമുക്കൊരു ഗിഫ്റ്റ് തരികയാണെങ്കിൽ അതിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രം ദ ലോക്കൽ അതോറിറ്റി, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ നന്നായി പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി നമുക്ക് നല്ല സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ തരില്ല, നമുക്കൊരു വരുമാനമാണല്ലോ. അപ്പോൾ അത്തരം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാലും അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ from or by any fund or foundation or university or other educational institutions or hospitals or other medical institutions or any trust, അത് നമ്മുടെ ലോക്കൽ അതോറിറ്റിയുടെ പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫൗണ്ടേഷൻകാരോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഹോസ്പിറ്റലോ എന്തെങ്കിലും ഗിഫ്റ്റ് തരികയാണെങ്കിൽ അതിനൊന്നും തന്നെ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ എക്സംപ്റ്റഡ് ആണ് കേട്ടോ. ദെൻ ഫ്രം എനി ട്രസ്റ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12A or 12AA. Then next, from an individual by a trust created or established solely for the benefit of the relative of the individual, അതായത് ഒരു ട്രസ്റ്റ് റിലേറ്റീവ് ഓഫ് ദി ഇൻഡിവിജ്വലിൻ്റെ മാത്രം കാര്യം നോക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ വേ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അറ്റ് ദ ടൈം ഓഫ് ദ ടോട്ടൽ ഓർ പാർഷ്യൽ പാർട്ടീഷൻ ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ പാർട്ടീഷൻ്റെ സമയത്ത് നമുക്ക് ഗിഫ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടാക്സ് പേ ചെയ്യേണ്ട. ബൈ വേ ഓഫ് ട്രാൻസാക്ഷൻ ദ നേച്ചർ ഓഫ് അമാൽഗമേഷൻ ഓർ ഡീമേർജർ, കമ്പനീസിൻ്റെ കേസിലാണ് പറഞ്ഞത്. അമാൽഗമേഷനോ ഡീമേർജറോ നടക്കുന്ന സമയത്ത് ട്രാൻസാക്ഷൻ്റെ നേച്ചറിൽ നമുക്കൊരു ഗിഫ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ട. ഫ്രം സച്ച് ക്ലാസ്സസ് ഓഫ് പേഴ്സൺസ് ഓർ സബ്ജക്റ്റ് ടു സച്ച് കണ്ടീഷൻസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, അത് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് ഈ 10 പഠിച്ചു വെച്ചാൽ മതി. ഈ ബാക്കിയുള്ള കേസസ് ഏതൊക്കെയാണ് നമ്മൾ അതിൽ തന്നെ വീണ്ടും സബ് ഡിവിഷൻസ് കുറേ വരുന്നുണ്ട്, അതൊന്നും നമുക്ക് അത്ര ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ 10 നമ്മൾ പഠിച്ചു വയ്ക്കാം. അതായത് ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി നമ്മളിത് പറയുന്ന സമയത്ത് നമ്മളൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സ് എന്ന് പറഞ്ഞത്. റിലേറ്റീവ്സിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഈ റിലേറ്റീവ്സ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ ഈ റിലേറ്റീവ്സിൻ്റെ ഡെഫിനേഷൻ ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ പറയുക കേട്ടോ. അപ്പോൾ GST എടുക്കുന്ന സമയത്ത് റിലേറ്റീവിന് വേറെ ഡെഫിനേഷൻ ഉണ്ടായിരിക്കും. അതേ സമയത്ത് നമ്മൾ ബിസിനസ് റെഗുലേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ റിലേറ്റീവിന് ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഇൻകം ടാക്സിൽ റിലേറ്റീവിൻ്റെ ഡെഫിനേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നോക്കണം. നമ്മൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസിൽ നമ്മൾ ആരൊക്കെയാണ് റിലേറ്റീവ്സ് നോക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ആരാണ് റിലേറ്റീവ് നോക്കാം. ഇവിടെ പറയുന്നത് എന്താക്കിച്ചിട്ടാണ്, സ്പൗസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ, അറിയാലോ അത്. ദെൻ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദ ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വലിൻ്റെ അതായത് നമ്മുടെ അസോസിയേറ്റ് ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ. ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ദി സ്പൗസ് ഓഫ് ദ ഇൻഡിവിജ്വൽ, നമ്മുടെ സ്പൗസിൻ്റെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ. ദെൻ ബ്രദർ ഓർ സിസ്റ്റർ ഓഫ് ഐദർ ഓഫ് ദ പാരൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽ, അതായത് ഇൻഡിവിജ്വലിൻ്റെ പാരൻസിൻ്റെ ബ്രദറും സിസ്റ്ററും. എനി ലീനിയർ എസെൻഡൻറ്റ് ഓർ ഡിസെൻഡൻറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ, ലീനിയർ എസെൻഡൻറ്റ് ഓർ ഡിസെൻഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻഗാമിയോളും പിൻഗാമിയോളും, അതായത് ചെറുമക്കളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ എനി ലീനിയർ എസെൻഡൻറ്റ് ഓർ ഡിസെൻഡൻറ്റ് ഓഫ് ദ സ്പൗസ് ഓഫ് ദ ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വലിൻ്റെ അസസിയുടെ സ്പൗസിൻ്റെ ലീനിയൻ അസെൻഡൻ്റ് മുൻഗാമികളും പിൻഗാമികളും.
ദെൻ സ്പൗസ് ഓഫ് ദ പേഴ്സൺ റെഫേർ ടു ക്ലോസ് 2 and 4. ഏതാ 2-ൽ ഏതാ പറഞ്ഞത്? ബ്രദർ ആൻഡ് സിസ്റ്റർ ഓഫ് ദി ഇൻഡിവിജ്വൽ ഇല്ലേ? ഈ ബ്രദർ ആൻഡ് അസസിയുടെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ സ്പൗസസ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ 4-മത്തേൽ പറയുന്നത് അസസിയുടെ പാരൻറ്റിൻ്റെ ബ്രദറോ സിസ്റ്ററോ പറയുന്നില്ലേ, അപ്പോൾ അവരുടെ സ്പൗസ്, ഈ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെയും കൂടി സ്പൗസ്. ഇത്രയും ആളുകൾ, ഈ 7 സെക്ഷൻസിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ കേസിൽ റിലേറ്റീവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇതല്ലാതെ വരുന്ന ആളുകൾ ആരെങ്കിലും നമുക്ക് ഏതെങ്കിലും റിലേറ്റീവ് നമുക്ക്, ഇതല്ലാതെ നമുക്ക് കുറേ റിലേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ കസിനൊക്കെ വരുന്നുണ്ട് ഇതിൽ അല്ലേ. അതേമാതിരി തന്നെ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കുട്ടികളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല, ചിൽഡ്രൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് കസിൻസിൽ നിന്നൊക്കെ നമുക്ക് റിസീവ് ചെയ്യുന്ന ഏതാണ്, നമുക്ക് ഗിഫ്റ്റുകൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും തന്നെ നമുക്ക് ഈ റിലേറ്റീവ്സിൻ്റെ അണ്ടറിൽ നമുക്ക് പെടുത്തിയിട്ട് നമുക്ക് എക്സംപ്റ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ മെമ്പേഴ്സായിട്ടുള്ള ആളുകളെല്ലാം തന്നെയും എന്തായിട്ടാണ് പറയുന്നത്, കുറച്ചും കൂടി വൈഡ് സ്കോപ്പാണ് വരുന്നത്, കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. അവിടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ മെമ്പേഴ്സായിട്ട് വരുന്ന എല്ലാ ആളുകളെയും നമ്മൾ എന്തായിട്ട് തന്നെയാണ് പറയുന്നത്, നമ്മൾ റിലേറ്റീവ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ of today's class. We will meet on tomorrow. Thank you.